നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷമായിട്ട് എഴുന്നേക്കാൻ പറ്റുന്ന ദിവസം ഏതൊക്കെയായിരിക്കും? എനിക്ക് സത്യം പറഞ്ഞ സ്കൂളും ഓഫീസും ഒന്നും ഇല്ലാത്ത ദിവസമാണ് ഇഷ്ടം കേട്ടോ. സമാധാനമായിട്ട് പതുക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ. അങ്ങനെ ഒരു ദിവസം ഇന്ന്. അപ്പൊ രാവിലെ അതേ എഴുന്നേറ്റ് ഇഞ്ചി ഏലക്കയൊക്കെ ചതച്ച് നമ്മുടെ ചായ ഇട്ട് കുടിക്കുകയാണ് ആദ്യം. കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ നല്ല വെയിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കാണിച്ചില്ലേ? തണുപ്പ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഫോഗായിരുന്നു ഇന്ന് രാവിലെ. ദേ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഉള്ള പുറത്തോട്ടുള്ള ഒരു വിഷ്വൽസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പുറത്ത് നല്ല ഫോഗായിരുന്നു. ഓൾമോസ്റ്റ് ഉച്ച വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വെട്ടം വന്നിട്ടുണ്ടായിരുന്നു. സ്കൂള് തുറക്കാറായി. അപ്പോൾ ഈ ഫോഗ് ഒരു വിഷയമാണ് പിള്ളേർക്കല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശ ചുട്ടെടുക്കുകയാണ്. കഷ്ടപ്പെട്ട് ഹീറ്ററിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് 2 ദിവസം കൊണ്ട് പുളിപ്പിച്ചെടുത്ത മാവാണ്. ദോശയ്ക്കേ പറ്റത്തുള്ളൂ കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കി അത്ര ശരിയായില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചട്നിയല്ല, സാമ്പാർ തന്നെയാണ്. കാരണം ചട്നി ഇനി ഒന്നും കൂടെ തണുപ്പൊന്ന് കുറഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ചൂട് ദോശയും സാമ്പാറും ഒക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇന്ന് ലഞ്ച് വലിയ കാര്യത്തിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ 3 പേരും കഴിച്ചത്. ഒരാൾക്ക് മുടി വെട്ടാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങി വന്നു കേട്ടോ. ഫ്രഷായിട്ടിരിക്കുന്ന അവിടെ കണ്ടിട്ട് നമ്മുടെ ശർമാജിയുടെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാബേജ്, പിന്നെ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുഞ്ഞു ഉള്ളിയായിരുന്നു, അത് കിളിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ ഉള്ളി കണ്ടപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ അതുകൂടാതെ ഇഞ്ചി ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ചായയിൽ ചതച്ചിടും, കറികളിലും ഒക്കെ നമ്മൾ ഇഞ്ചി, മസാലക്കറിയിലൊക്കെ കൂടുതൽ ഇഞ്ചിയാണ് ഞാനിപ്പം ഇടുന്നത്. ചൂടും കിട്ടുമല്ലോ. പിന്നെ ഇഞ്ചി ചായ ഈ സമയത്ത് നല്ലൊരു റിലാക്സേഷൻ തന്നെയാണ്. ചൂട് സമയത്ത് നമുക്ക് ഒരുപാട് ഇഞ്ചി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഈ സമയത്ത് അങ്ങ് യൂട്ടിലൈസ് ചെയ്യും. ആമസോണിൽ നിന്ന് 2 സാധനങ്ങൾ വന്ന് കുറച്ച് ദിവസമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് അതെന്തായാലും ഒന്ന് പൊട്ടിക്കണം. അതിൽ ഒന്ന് കർട്ടനാട്ടോ. നമ്മുടെ കിച്ചണിലോട്ട് കയറുന്ന ആ കർട്ടൻ ഇല്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അത് ഇങ്ങനെ കീറിപ്പറിഞ്ഞ് തൂങ്ങിപ്പോയി. അപ്പോൾ തുണിയുടെ കർട്ടൻ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പേരായിട്ടാണ് കിട്ടിയത്. 2 എണ്ണം ഉള്ളതായിരുന്നു വന്നത്. അപ്പം നമുക്ക് ഒരെണ്ണം മതിയല്ലോ. ഇതങ്ങ് മാറ്റിയേക്കാം. അല്ലെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കീറി പറഞ്ഞു കിടക്കുകയല്ലേ. ഈ പ്ലാസ്റ്റിക്കിന്റെ 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ ഒരെണ്ണം ഞാൻ എവിടെയാണ് വെച്ചെന്ന് ഒരു ഓർമ്മയില്ല. ഞാൻ ഇവിടെ കരിച്ച് പെറുക്കിയിട്ടും കാണുന്നില്ല. എൻ്റെ ഓർമ്മയാണോ അതോ ഇനി ഉണ്ടായിരുന്നോ, ആകെ കൺഫ്യൂഷനായി. എന്തായാലും ദേ കർട്ടൻ വന്ന് നമ്മൾ ഇട്ടു, സെറ്റാക്കി. ലാസ്റ്റ് വ്ലോഗിൽ നമ്മുടെ തോട് കപ്പലണ്ടി കാണിച്ചില്ലേ, അതിപ്പം TV കാണാൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് ഹോബി. കാരണം TV കാണുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നത് ഈ കവറും ഒരു സാധനവും. അത് ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വലിയ വിശപ്പും ഇപ്പോൾ വരുന്നില്ല. ഇതാണ് റീസൺ. ഇന്ന് നമ്മൾ ലഞ്ച് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഡിന്നറിന് നമ്മുടെ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി വന്നത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. റൊട്ടിയും ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കനും ചില്ലി ഗോപിയും മട്ടർ പനീറും ഇതായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഈ 2 റൊട്ടി വീതം ഉച്ചയ്ക്ക് കഴിക്കാറുണ്ടായിരുന്നു. അത് ചൂടാക്കി മൈക്രോവേവിൽ തന്നെ ചൂടാക്കി അങ്ങ് കഴിക്കാമെന്ന് വെച്ചു. അപ്പം ഇതായിരുന്നു സംഭവങ്ങൾ. രാത്രി വാങ്ങിച്ചപ്പോൾ ഇത്രയും കെട്ടായിട്ടാണ് വന്നത്. ഈ 2 എണ്ണം വീതം എല്ലാം രാക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാക്കെ കാറ് കഴുകാൻ പുറത്തോട്ട് പോയപ്പോൾ തിരിച്ച് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ സംഭവങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ റൊട്ടി ഉണ്ടല്ലോ, നല്ലതാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. പിറ്റേ ദിവസം വെച്ചാലും അത് ഇങ്ങനെ നമ്മൾ മൈക്രോവേവിൽ നിന്ന് എടുക്കുമ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അല്ലാതെ ഇവിടെ നമ്മൾ സാധാരണ ഫുൾ കേക്ക് വാങ്ങുമ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ മുരണ്ടിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ 15 എണ്ണം അങ്ങോട്ടേ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത്രയൊക്കെ നമ്മൾ ഒറ്റ ട്രിപ്പിന് കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ഇന്ന് ഉച്ചയ്ക്ക് അത് തന്നെ അങ്ങ് ആക്കിയത് കേട്ടോ. ഒരേ രീതിയിലുള്ള ചില്ലി ഗോപിയും ചില്ലി ചിക്കനും. രാക്കേക്കാണ് ചില്ലി ഗോപി. എനിക്ക് ചില്ലി ഗോപി അത്ര ഇഷ്ടമല്ല. ചില്ലി ചിക്കൻ കുഴപ്പമില്ലായിരുന്നില്ല. എനിക്ക് ചൈനീസ് ഫ്ലേവേഴ്സ് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ മട്ടർ പനീറാണ് മെയിനായിട്ട് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സംഭവം വാഷിംഗ് മെഷീനിൽ ലിക്വിഡാണ്. ഇത് പഴയതായിരുന്നു, ലാവൻഡർ. അപ്പോൾ പുതിയ നമ്മൾ പിങ്ക് വാങ്ങിച്ചു. കൊണ്ടുവന്നപ്പോൾ കുറച്ച് പൊട്ടി താഴെയൊക്കെ ഇങ്ങനെ കളയുന്നുണ്ടായിരുന്നു. അതെങ്ങനെ പൊട്ടിയെന്ന് അറിയത്തില്ല. ഈ സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൗഡർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കട്ട കെട്ടിയിരിക്കുക, അല്ലെ ചൂടുവെള്ളമൊക്കെ വെച്ച് സെറ്റാക്കണം. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഡിന്നർ ഞാൻ മുട്ട പുഴുങ്ങായിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം എനിക്ക് ചപ്പാത്തി ഒന്നും ഇനി കുഴച്ച് വരുത്തി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് ചപ്പാത്തിയാണല്ലോ കഴിച്ചത്. അതുകൊണ്ട് ആട്ടാ ബ്രെഡ് ഉണ്ടായിരുന്നു. അത് എന്തായാലും ഒന്ന് ടോസ്റ്റ് ചെയ്യും നമ്മൾ. അതും മുട്ടക്കറിയും. ആദ്യം ഞാൻ വിചാരിച്ചു ബുൾസയോ അല്ലെങ്കിൽ ചിക്കിയോ എങ്ങാനും കഴിക്കാമെന്ന്, സ്ക്രാമ്പിൾഡ് എഗ് പോലെ. പിന്നെ ഞാൻ വിചാരിച്ച് കറിയാക്കി കുറച്ചും കൂടെ ടേസ്റ്റ് കാണുമല്ലോ. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെ കഴിഞ്ഞോട്ടെ. 7:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാനങ്ങ് സെറ്റാക്കി. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. 9 മണിക്ക് മുന്നേ എല്ലാം കഴിഞ്ഞ് അടുക്കള പൂട്ടാൻ അങ്ങനെ കേട്ടോ.
അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും സെറ്റപ്പായി. സിമ്പിളായിട്ട് ഉള്ളിയും ഇഞ്ചിയും മാത്രം വഴറ്റി ഒരു തട്ടുകട സ്റ്റൈൽ മുട്ടക്കറി. ഞാൻ നേരത്തെ ഈ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമ്മുടെ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു ഡിന്നർ. നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ബാക്കി നമ്മൾ കേബിൾ കാറിൽ കയറി മഞ്ഞുമല പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതായിരുന്നു ആ കേബിൾ കാറിൻ്റെ സ്ഥലങ്ങൾ. ഡ്രസ്സൊക്കെ കണ്ടോ ഇവിടെ ഉള്ളവരുടെ. നമ്മൾ ഗുൽമാർഗിലാണ് വന്നേക്കുന്നത്. ഇപ്പം ശരിക്കും ഗുൽമാർഗിൽ പീക്ക് ടൈം ആണെന്ന് പറയാം. വിൻ്ററിൻ്റെ പീക്ക് ടൈം ആണല്ലോ ജാനുവരി. ഇപ്പുറത്ത് വന്ന് കളിച്ചത് ഈ മഞ്ഞ്. അവിടെ ചിലപ്പം എന്തോ തരത്തിൽ കുഴിയായിരിക്കും. കുഴി അവിടെ കുഴിയാണെങ്കിലോ എടുക്കണ്ടതാ. ഇവിടെ അച്ഛന് ഫോട്ടോ എടുക്കുന്നു. തലേ വന്ന് ഇടിക്കോ വേനിക്കോ. ഈ മഞ്ഞ് നല്ല മഞ്ഞ, ഫ്രഷ് മഞ്ഞാന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഈ മഞ്ഞ് നോക്ക്. കണ്ണാടി വെച്ചില്ലെങ്കിൽ കണ്ണടിച്ചു പോകും. അയ്യോ, കണ്ണിലെ ഗ്ലാസ് മസ്റ്റായി വേണം കേട്ടോ. അപ്പൊ ഇത് സത്യം പറഞ്ഞ സാമ്പിൾ മഞ്ഞ കേട്ടോ. നമ്മൾ മെയിൻ മഞ്ഞ് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത് താഴെയൊക്കെ വന്ന് കിടക്കുന്ന മഞ്ഞുണ്ടല്ലോ, അതാണ്. അപ്പൊ അങ്കുന് അത് കണ്ടപ്പോ എക്സൈറ്റഡ് ആയിട്ട് കുറച്ച് കളിക്കാൻ നിൽക്കുമായിരുന്നു. ഗ്ലൗസ് ഇട്ടിട്ടില്ല ഞാൻ. അമ്മോ എന്താ പൊന്നു. അയ്യോ, നമ്മുടെ പഞ്ഞിമിഠായി പോലെ ഇരിക്കുന്നു. സീരിയസ്ലി എനിക്ക് അറിയാൻ വേണ്ടി ഈ ബാഗ് എടു ഇവിടുന്ന് കുറച്ച് മഞ്ഞൊക്കെ ടെസ്റ്റ് ചെയ്ത് കേട്ടോ. മുകളിൽ നല്ല മഞ്ഞ് കാണുമെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ഇത് കഴിക്കാൻ പറ്റുമോ? എനിക്ക് കയ്യൊന്നും തണുക്കുന്നില്ല. നമ്മളൊരു ഗൈഡിനെയും കൊണ്ടാ പോകുന്നത് കേട്ടോ. ഇല്ലാതെ പറ്റില്ല എന്ന് മനസ്സിലായി ഇവിടെ വന്നപ്പോൾ. നമ്മുടെ ഡ്രൈവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഗൈഡിനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ലിമിറ്റഡ് ആളുകൾക്കാട്ടോ മുകളിലോട്ട് പോകാൻ പറ്റുക. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. ഇവിടെ വന്നിട്ടായാലും നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ 1 മണിക്കുള്ള ലോട്ടായിരുന്നു. ചിലപ്പോൾ ഇവിടെ വന്ന് തിരിച്ചു പോകാൻ പറഞ്ഞാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്നേക്കുന്നത്. 12:45 കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നു. ഇപ്പോൾ 1 മണി തൊട്ട് അകത്തോട്ട് കയറ്റി വിടും. അതിനുവേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴുള്ള സാമ്പിൾ കളിയായിരുന്നു ഈ മഞ്ഞിലുള്ളത്. ഇതൊക്കെ ഫ്രഷ് മഞ്ഞാന്നേ. നമ്മൾ ഷൂസ് റെന്റിന് എടുത്തത് എന്ത് കാര്യമാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ടോ. ഈ മഞ്ഞിൽ തന്നെ അതേ കുഴിഞ്ഞു പോവുമായിരുന്നു. കാല് നോക്കിയേ. ആങ്കു അവിടെ നന്നായൊന്ന് മറിഞ്ഞു വീണു കേട്ടോ. അതെനിക്ക് കിട്ടിയില്ല. നീ വീണത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പോയത് നമ്മുടെ ഡ്രൈവറാണ്. പുള്ളി നമ്മുടെ കൂടെ വരുന്നില്ല, ഗൈഡാണ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ ഗൈഡും സെറ്റായി. ഗൈഡാണ് നമ്മളെ പിന്നെ എല്ലാം കാണിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ വലിയൊരു ക്യൂ ആണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഫോൺ എന്നെ കണ്ട മൊത്തത്തിലൊരു കള്ള ലക്ഷണമുണ്ട്. എന്നെ കാണാൻ കള്ള ലക്ഷണമോ? കള്ള ലക്ഷണം. പോലീസുകാരെടുത്ത് അകത്തുള്ളൂ. വിളിച്ചാ കിട്ടത്തുമില്ല. അപ്പോൾ അതേ നമ്മൾ ക്യൂവിൽ നിന്നെങ്കിലും പെട്ടെന്ന് പോവുമായിരുന്നു കേട്ടോ. കേബിൾ കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്കാണ് അവർ കൊടുക്കുന്നത്. എപ്പോഴും നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കയറാനോ കാണാനോ പറ്റത്തില്ല. അപ്പം നേരത്തെ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ റെഡി ആയിട്ട് നിൽക്കാൻ. നമ്മുടെ കേബിൾ കാർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ പ്രീപെയ്ഡ് ആണെങ്കിൽ പഞ്ചാബ് കഴിഞ്ഞ് ജമ്മുവിലോട്ട് കയറുമ്പോൾ അത് ബന്ധാവും, അതായത് കട്ടാവും. പിന്നെ നമുക്കത് വർക്ക് ചെയ്യത്തില്ല. പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യൂ. നമുക്ക് പിന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രീപെയ്ഡ് കണക്ഷൻ എടുക്കണം. ആ പ്രീപെയ്ഡ് ആണെങ്കിൽ ജമ്മുവിൽ മാത്രമേ വർക്ക് ചെയ്യൂ. പിന്നെ നമ്മൾ തിരിച്ചെത്തുമ്പോൾ യൂസ്ലെസ് ആണ്. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് വർക്ക് ചെയ്യും. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഇവിടെ നല്ലത്. നെറ്റും ഒന്നും പിന്നെ കിട്ടത്തില്ലല്ലോ. ഹോട്ടലിൽ ചെന്നാൽ വൈഫൈയേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കരുതിയിരിക്കണം. വേറൊരു രാജ്യത്തോട്ട് ചെല്ലുന്ന പോലെ നമുക്ക് പിന്നെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ കേബിൾ കാറിൽ കയറി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൈഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ അങ്ങ് കയറ്റി വിട്ട് കേട്ടോ. നമുക്കൊന്ന് സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗൈഡിനെ വിളിച്ചത്. കാരണം രാഖയ്ക്ക് മൊത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, വീഴുമായിരുന്നു. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ പോകുമ്പോൾ താഴോട്ട് കണ്ടോ ഈ വീടുകളൊക്കെ. ഇതൊക്കെ സമ്മർ സീസണിൽ ലൈവായിട്ടുള്ള താമസിക്കുന്ന വീടുകളാണ്. ഇപ്പോൾ വിന്റേഴ്സ് ആയപ്പോൾ അവർ ഇത് ഉപേക്ഷിച്ച് പോയതാ. സമ്മർ ആകുമ്പോൾ ഇവിടെ ആളുകൾ വരും, താമസിക്കും. ഷീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർ വളർത്തും. കുറച്ച് കൾട്ടിവേഷൻ, അതായത് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യും. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ കണ്ടപ്പോൾ. നമ്മുടെ ഗൈഡ് അതൊക്കെ പറഞ്ഞു തന്നെ. പിന്നെ പൈൻ മരങ്ങളാണ് വെട്ടിയൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോ. അപ്പോൾ സമ്മറിൽ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പം നല്ല പീക്ക് വിന്റർ ടൈം ആയതുകൊണ്ട് ഫുള്ള് മഞ്ഞ് കൂടി കിടക്കുന്നതുകൊണ്ട് അവരതെല്ലാം
ഉപേക്ഷിച്ചിട്ട് പോയി. നമ്മുടെ ജിപ്സീസ് പോലെ, നമ്മുടെ രാജസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഹെൽപ്പിന് ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് വലിയ പാടാണേ. രാക്കേക്ക് ഞങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്യാൻ കുറച്ച്, നമ്മൾ പിടിക്കാനും ഒക്കെ, പുള്ളിയും ചിലപ്പോൾ വീണാലത് ബുദ്ധിമുട്ടാവും, പെട്ടെന്ന് വീഴും, തെന്നിയൊക്കെ വീഴുന്നൊരു സ്ഥലമാണ്. കാരണം ഇങ്ങനെ ഗ്ലേസർ, നമ്മളിങ്ങനെ കാലിങ്ങനെ വെക്കുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ തെന്നി ഇങ്ങനെ വീഴും, ഐസല്ലേ. പിന്നെ ഫ്രഷ് ആയിട്ട് വന്ന സ്നോ ആണ് കുറച്ച് തെന്നാതെ നമുക്ക് കാലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന പോലെയൊക്കെ കാണിച്ചത്. അപ്പൊ നോക്കി എന്ത് ഭംഗിയാണ് ഈശ്വരോ. ഇതാണ് നമ്മുടെ വിന്റർ ടൈമിലെ കാശ്മീർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വരുന്നതിന് മുന്നേ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ പെട്ടുപോകും. പ്രത്യേകിച്ച് നമ്മൾ പൈസയൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാതെ എല്ലാം ഫോൺ വഴി ആയതുകൊണ്ട് പ്രീപെയ്ഡ് ഒക്കെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും. അതുകൊണ്ട് പോസ്റ്റ് പെയ്ഡ് ഒരു കണക്ഷൻ എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെ പിന്നെ ഇവിടെ വന്ന് വീണ്ടും നമ്മൾ അതിൻ്റെ പുറകെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വരുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളത് കുറച്ച് സമയം എടുക്കും കേട്ടോ കേബിൾ കാറിൽ നിന്ന് നമ്മൾ ആ മലയിലോട്ട് പോകാൻ വേണ്ടി. നമുക്ക് 5 മണി വരെ നിൽക്കാം. 5 മണി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവാം. അപ്പം 5 മണിക്ക് മുന്നേ നമുക്ക് താഴെ തിരിച്ച് വരികയും ചെയ്യണം. നമുക്ക് അത്രയും സമയമുണ്ട്. രാവിലെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നിൽക്കായിരുന്നു. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിയുടെ ലോട്ടാണ് എടുത്തത്. എളുപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ മഞ്ഞുമലയിൽ ചെന്ന കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.